ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ച ഒരു വാക്യം ഞാൻ വായിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 10 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ മേൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. യെഹെസ്കേൽ പ്രവാചകനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു അസ്ഥികളുടെ താഴ്വരയിൽ അതിൻ്റെ നടുവിൽ കൊണ്ടു നിർത്തി അവരുടെ ഇടയിൽ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ആ ദൈവത്തിൻ്റെ അഭിഷിക്തൻ കാണുന്ന കാഴ്ചകൾ മുഴുവൻ ഉണങ്ങിയ അസ്ഥികളാണ്. അവിടെ ദൈവശബ്ദം തന്നോട് ഇടപെടുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ശ്വാസം വരുത്തുന്ന ദൈവം അവിടെ ഇപ്രകാരം പറയുന്നു, പ്രവാചകനോട് പ്രവചിക്കുവാൻ. പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ 4 ദിശകളിൽ നിന്ന് കാറ്റുകൾ വന്നു. സാധാരണ കാറ്റുകളല്ലായിരുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട കാറ്റ്. ആ കാറ്റുകൾ വന്ന ഈ അസ്ഥികളിൽ പതിക്കുമ്പോൾ പ്രവചിച്ചതുപോലെ ശ്വാസം അവരിൽ മേൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിൽക്കുവാനിടയായി. ഒന്നുമില്ലാത്ത ഒരു വലിയ സഭ. നാം പലപ്പോഴും ഇവിടെ യെഹെസ്കേലിനോട് ചോദിച്ചാൽ യെഹെസ്കേൽ പറയും, മുഴുവൻ അസ്ഥികൂടങ്ങൾ കൊണ്ട് നിറയപ്പെട്ടൊരു താഴ്വര. ആ താഴ്വരയുടെ നടുവിൽ നിർത്തിയിട്ട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുവാൻ പറയുന്നു. ദൈവം നമ്മളെ എത്തിക്കുന്ന സ്ഥലം, എത്തിക്കേണ്ട സഭ, നമ്മുടെ ഉള്ളിൽ ദൈവഹിതത്തെക്കാളുപരി നമുക്കൊരു പദ്ധതിയുണ്ട്. വരുമാനമുള്ള സഭ, പട്ടണത്തോടടുത്ത് കിടക്കുന്ന സഭ, ഏറ്റവും വലിയ സഭ, ഏറ്റവും ആൾക്കൂട്ടമുള്ള സഭ. ഇതൊക്കെ മനുഷ്യനിർമ്മിതമായ ചിന്തകളാണ്, മനുഷ്യൻ്റെ ഉള്ളിലെ താല്പര്യങ്ങളാണ്. പക്ഷെ ദൈവത്തിൻ്റെ താല്പര്യം ആത്മഫലമുള്ളൊരു സഭയായി സഭ മാറണം. ആൾക്കൂട്ടം ചെറുതാണോ വലുതാണോ, വരുമാനം ചെറുതാണോ വലുതാണോ, മറ്റെല്ലാറ്റിനേക്കാളുപരിയായി ദൈവം തൻ്റെ ഹൃദയത്തിൽ ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ദൈവസഭ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെട്ട സഭയായിരിക്കണം. ദൈവസഭ ആദ്യ സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന സഭയായിരിക്കണം. ദൈവസഭ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഉൾക്കൊണ്ട് സമൂഹത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന സഭയായിരിക്കണം. അല്ല എങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന ഓരോ സഭകളുടെയും കാരണം നമ്മൾ ഏറ്റുപറയേണ്ടി വരും. സഭ ഇങ്ങനെ ഈ അസ്ഥിയായി മാറുവാനുള്ള കാരണം നാം ഓരോരുത്തരുമാണെന്ന് നാം ഏറ്റെടുക്കേണ്ടി വരും. ഇവിടെ യെഹെസ്കേൽ പ്രവാചകൻ നോക്കുമ്പോൾ ഇതാരെ കാണിക്കുന്നു? ഇസ്രായേൽ ജനത്തെ കാണിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ അസ്ഥികൂടങ്ങൾ ആരെ കാണിക്കുന്നു? ആത്മാവ് പ്രാപിച്ചവർ, ദൈവത്തെ ആരാധിക്കുന്നവർ, ദൈവത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ താല്പര്യത്തോടെ നിൽക്കുന്ന ജനം. ആത്മാവിൻ്റെ ഫലങ്ങൾ നഷ്ടപ്പെട്ടാൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് പോലെ കോടാലി വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാത്മമാരി എൻ്റെ മേൽ പകരപ്പെടുവാൻ, എൻ്റെ തലമുറയിൽ പകരപ്പെടുവാൻ, എൻ്റെ കുടുംബജീവിതത്തിൽ പകരപ്പെടുവാൻ, എൻ്റെ സഭയിൽ പകരപ്പെടുവാൻ പരിശുദ്ധാത്മാവെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ കഴിയട്ടെ. ആലോചിച്ചു നോക്കൂ, രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ഒരു അമ്മയും 2 കുഞ്ഞുങ്ങളും. കടഭാരത്താൽ വേദനിക്കുന്ന അമ്മ മക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നുള്ള അവസ്ഥയെത്തുമ്പോൾ ആത്മഹത്യയല്ല ചിന്തിക്കുന്നത്, ലോകത്തിലേക്ക് ചായുവാനല്ല അവൾ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും നേതാക്കന്മാരുടെ അടുക്കൽ ചെന്ന് കരം നീട്ടുവാനല്ല. അഭിഷക്തനെ വിളിക്കുന്നു, ഞങ്ങളുടെ വിഷയം ഇന്നതാണെന്ന് പറയുന്നു. ആ പരിഹാരം മുട്ടിന്മേൽ നിന്ന് അവർ പ്രാപിക്കുന്നു. ദൈവം ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്
ആ നിലപാടിലാണ്. ആ മനോഭാവമാണ് ദൈവത്തിനുള്ളത്. എല്ലായ്പ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവസഭ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒരു വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായ ഒരനുഭവത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടാകട്ടെ. ഇന്ന് ഞാൻ ആയിരിക്കുന്ന പട്ടണം, ഇന്നെൻ്റെ കുടുംബജീവിതം, ഒരുപക്ഷെ എൻ്റെ തലമുറ വരുമാനമില്ല, അസ്ഥിക്കൂമ്പാരങ്ങൾ പോലെ എല്ലാവർക്കും ഞാൻ ഫീഡിങ് ചെയ്യണം, എല്ലാവരും ബുദ്ധിമുട്ടിലാണ്, എല്ലാവരും ഞെരുക്കത്തിലാണ്, എനിക്കൊരു വരുമാനവുമില്ല, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ചെറുതാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, സാഹചര്യങ്ങളെ വിലയിരുത്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആത്മസാന്നിധ്യം നമ്മുടെ ആലയങ്ങൾക്കകത്ത്, നമ്മുടെ കുടുംബജീവിതങ്ങൾക്കകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവികമായ സൈന്യമായി, ഒന്നുമില്ലാത്ത അസ്ഥികളായി വെവ്വേറെ നിന്ന സ്ഥാനത്ത് ഇതാ ഒരു മഹാസൈന്യമായി മാറുന്നൊരനുഭവം. ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ദൈവമായ കർത്താവ് ഈ തിരുവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.